നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ അധ്യായം ഫോറിൻ ട്രാവലേഴ്സ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ് എന്ന പാഠഭാഗമാണ്. അപ്പം ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മഗസ്തനീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഇന്നത്തെ കാണ്ഡഹാർ അല്ലെങ്കിൽ അരോക്കനോഷ്യയിലാണ് ഈ ഒരു മഗസ്തനീസ് ബേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൗര്യ എംപയറിന്റെ ഫൗണ്ടറായ ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലത്താണ് അദ്ദേഹം പാടലിപുത്ര വിസിറ്റ് ചെയ്തത്. ഗ്രീക്ക് റൂളറുടെ അംബാസഡർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം വിസിറ്റ് ചെയ്തത്. അപ്പൊ മഗസ്തനീസിന്റെ ദ ഇൻഡിക്ക എന്നത് എംപയറിന്റെ സൊസൈറ്റി, എക്കണോമി, പൊളിറ്റിക്കൽ ഇൻഡ്യൂഷൻ, ജോഗ്രഫിയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മഗസ്തനീസിന്റെ ഇൻഡിക്ക എന്നുള്ളൊരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എംപയേഴ്സിന്റെ ഇന്ത്യൻ്റെ ഒരുപാട് സൊസൈറ്റി, എക്കണോമി, പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് മഗസ്തനീസിന്റെ ദ ഇൻഡിക്ക എന്നത് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻഡിക്കയുടെ ഡിസ്കവറി ഈ ഒരു മൗര്യ പീരീഡിന്റെ റീ അസസ്മെന്റിലേക്കാണ് ലീഡ് ചെയ്തത്. കാരണം അതിലെന്തായിരുന്നു, ഒരുപാട് ഈ മൗര്യയുടെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റും അവരുടെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഇൻഡിക്ക എന്നുള്ളൊരു ബുക്ക് ഈ മൗര്യൻ പീരീഡിന്റെ അവരുടെ റീ അസസ്മെന്റിലേക്കാണ് അത് ലീഡ് ചെയ്തത്. അപ്പൊ ഇൻഡിക്കയില് ഇൻഡോളജിക്കൽ സ്റ്റഡീസിന്റെ തുടക്കത്തില് മഗസ്തനീസിന്റെ ഇൻഡിക്ക ആൻഷ്യന്റ് ഇന്ത്യയുടെ ക്ലാസിക്കൽ ഹിസ്റ്ററിയുടെ ഒരു ഇൻഫർമേഷൻ കൂടെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ക്ലാസിക്കൽ ഇന്ത്യയുടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു സ്ഥാനം ഉറപ്പിക്കാനും പറ്റി. പക്ഷെ ഈ കാര്യം ലോകത്തെ അറിയിച്ചത് ഡോക്ടർ ഷ്വാൻബെക്ക് എന്നുള്ള ആളാണ്. മഗസ്തനീസിന്റെ ആ ഒരു ഇൻഡോളജിക്കൽ സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ലോകത്തെ അറിയിച്ചത് ഡോക്ടർ ഷ്വാൻബെക്ക് ആണ്. മൗര്യയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് എലാബറേറ്റ് ആയിട്ടും ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. അതൊരു ഹൈലി ഓർഗനൈസ്ഡ് മാനറിലാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി കാര്യങ്ങൾ അറിഞ്ഞ് ചെലവാക്കുന്നവരാണെങ്കിലും, മെയിൻലി ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് കാര്യങ്ങളിൽ എക്കണോമിക്കലി വോർത്തായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിലും ഇപ്പൊ ജ്വല്ലറി, ക്ലോത്ത്സിലൊക്കെ അവർ ഇത്തിരി ലാവിഷ് ആണെന്നാണ് മഗസ്തനീസ് പറഞ്ഞത്. അപ്പൊ സോഷ്യൽ ഓർഗനൈസേഷൻ പ്രകാരം മഗസ്തനീസ് ഇന്ത്യൻ ആൾക്കാരെ ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഇന്ത്യൻ പീപ്പിൾസിനെ തന്നെ 7 ആയിട്ടാണ് അവർ കാറ്റഗറി ചെയ്തത്. 1 സോഫിസ്റ്റ് ഓർ ഫിലോസഫർ, 2 കൾട്ടിവേറ്റേഴ്സ്, 3 ഹണ്ടേഴ്സ് ആൻഡ് സ്നഫേഴ്സ്, 4 ആർട്ടിസൻസ് ആൻഡ് ഡീലേഴ്സ്, 5 സോൾജേഴ്സ്, 6 സ്പൈസ്, 7 കൗൺസിലേഴ്സ് ആൻഡ് അസസേഴ്സ് എന്നുള്ള 7 ഓക്യുപേഷണൽ ബേസിലാണ് ആൾക്കാരെ, പോപ്പുലേഷൻ അദ്ദേഹം കാറ്റഗറി ചെയ്തത്. ഈ 7 ഗ്രൂപ്പ്സും ഗ്രൂപ്പ്സിൽ കുറവാണെങ്കിലും ഇവർക്ക് സൊസൈറ്റിയിലെ ഒരു ഹയസ്റ്റ് പൊസിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മഗസ്തനീസ് ഒരിക്കൽ പോലും വർണ്ണജാതി സിസ്റ്റത്തെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനോ പറയാനോ ഇന്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അവർക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. ഈ വർണ്ണജാതി സിസ്റ്റവും ഈ 7 സൊസൈറ്റിയിൽ ക്ലാസിഫിക്കേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, മഗസ്തനീസ് ഒരിക്കലും ഇന്ത്യൻ പോപ്പുലേഷന് ഒക്യുപേഷണൽ ബേസിൽ ഇങ്ങനെ 7 ക്ലാസിഫിക്കേഷൻസ് 7 ആയിട്ട് തരംതിരിച്ചെങ്കിലും ഒരിക്കലും ഒരു ഹൈറാർക്കിയൽ ഓർഡറിലായിരുന്നില്ല ചെയ്തത്. അതായത് മുകളില് താഴെ എന്നുള്ളൊരു ബേസിലായിരുന്നില്ല അവർ ചെയ്തത്. ജസ്റ്റ് ഒരു റാൻഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഒക്യുപേഷണൽ രീതിക്ക് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ചില ആൾക്കാരെ കൾട്ടിവേറ്റേഴ്സ് ആയിട്ടും, ചില ആൾക്കാരെ കൗൺസിലേഴ്സ് ആയിട്ടും, ചില ആൾക്കാരെ ആർട്ടിസൻസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു കാര്യങ്ങളും ഹൈറാർക്കിക്കൽ ഓർഡറിലല്ല ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ജാതി അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോഴെന്താണ്, ഹൈറാർക്കിയൽ ഓർഡറിലാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും താഴെ, അങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാണ് അത് വരുന്നത്. അപ്പോൾ ഒരിക്കലും മഗസ്തനീസ് വർണ്ണ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. പകരം ചെയ്തിരുന്നത് ഇന്ത്യൻ ആൾക്കാരെ ഒക്യുപേഷണൽ ബേസിൽ 7 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. പക്ഷെ ആൾക്കാർ കുറവായിരുന്നുവെങ്കിലും, അതായത് ഈ 7 കാറ്റഗറിയിലും ഓരോ ഗ്രൂപ്പിലും ആൾക്കാർ കുറവായിരുന്നുവെങ്കിലും
എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ടുള്ള ഒരു ഹയസ്റ്റ് പൊസിഷൻ ആയിരുന്നു മെഗസ്തനീസ് കൊടുത്തിരുന്നത്. അപ്പൊ അത് ഒന്നും കൂടെ വായിക്കാം. സോഫിസ്റ്റ് ഓർ ഫിലോസഫേഴ്സ് അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. കൾട്ടിവേറ്റേഴ്സ് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഹണ്ടേഴ്സ് ആൻഡ് ഷ്നെഫേർഡ്സ് ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ആർട്ടിസൻസ് ആൻഡ് ഡീലേഴ്സ് ആണ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. സോൾജേഴ്സ് ആണ് അഞ്ചാമത്. സ്പൈസ് ആണ് ആറാമത്. കൗൺസിലേഴ്സ് ആൻഡ് അസസേഴ്സ് ആണ് ഏഴാമത്. അപ്പൊ ഇങ്ങനെയാണ് മഗസ്തനീസ് ആൾക്കാരെ, ഇന്ത്യൻ പോപ്പുലേഷനെ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് ട്രാവലേഴ്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് രണ്ടുപേരാണ് പഠിക്കാനുള്ളത്, ഫഹീൻ ആൻഡ് ഹ്യൂൻസാങ്. അപ്പം ഇവര് രണ്ടുപേരും എന്താണ്, ചൈനീസ് ട്രാവലേഴ്സ് ആണ്. അപ്പൊ ഫഹീനും ഹ്യൂൻസാങ്ങും ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് അറിയാനും മെയിനായിട്ട് ബുദ്ധിസം കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട്, ബുദ്ധിസം ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും സ്ക്രിപ്ചേഴ്സ് കുറിച്ചിട്ടൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് അവര് ഹ്യൂൻസാങ്ങും ഈ രണ്ട് ചൈനീസ് ട്രാവലേഴ്സും ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫഹീൻ എന്നെ കുറിച്ചിട്ട് പറയാം. അപ്പൊ ഫഹീൻ ഓൾസോ നോൺ എസ് ഫാരിയൻ. ഫഹീന് ഫാരിയൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്കാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിനെ കുറിച്ചിട്ടും സ്ക്രിപ്ചേഴ്സിനെ കുറിച്ചിട്ടും റിലിക്സിനെ ഒക്കെ കുറിച്ചിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പോയത് ഫൂട്ട് മാർഗത്തിലാണ്, കാൽനട യാത്രാ മാർഗം സ്വീകരിച്ചിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് അദ്ദേഹം പോയതെങ്കിലും തിരിച്ചു വന്നത് കടൽ മാർഗം വഴിയായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പം മഹായാന മോണ്ടിസറിയിൽ അദ്ദേഹം കണ്ട ഒരു കാഴ്ച വിനായക പിതാക്കയുടെ കോപ്പിയാണ്. അപ്പം ഇതിൽ ഉണ്ടായിരുന്നുള്ള ഇൻഫർമേഷൻസ്, ഇതില് മഹാസംഖ്യക റൂൾസ് ആണ് ഉണ്ടായിരുന്നത്. അത് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടലിപുത്രയിൽ ഏകദേശം ഒരു 3 വർഷത്തോളം ജീവിച്ച് സംസ്കൃതം എന്ന ഭാഷ അദ്ദേഹം പഠിച്ച ശേഷം മഹാസംഖ്യക റൂൾസിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതി. സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹം പഠിച്ച് മഹാസംഖ്യക റൂൾസിനെ കുറിച്ചിട്ട് അദ്ദേഹവും എഴുതി. അങ്ങനെ അദ്ദേഹം ഈ ഒരു ബുദ്ധിസം പഠിക്കാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും വേറെയും ഒരുപാട് സിറ്റീസിൽ അദ്ദേഹം ട്രാവൽ ചെയ്തിരുന്നു. അങ്ങനെ ഫഹീൻ ട്രാവൽ ചെയ്ത ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് മധുര എന്ന് പറയുന്നത്. അപ്പം മധുരയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രോസ്പെറസ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് മധുര അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഈ ബുദ്ധിസത്തെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ചൈനീസ് ട്രാവലേഴ്സും ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഫഹീൻ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതലായിട്ട് വിസിറ്റ് ചെയ്തൊരു സിറ്റി എന്ന് പറയുന്നത് മധുരയാണ്. അപ്പൊ മധുരയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പ്രോസ്പെറസ് ആണ്, അവിടെയുള്ള ആൾക്കാര് വെജിറ്റേറിയൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഈ ടീച്ചിങ്സിനെയൊക്കെ കുറിച്ചിട്ട് ഇന്ത്യയിൽ വന്ന് ടീച്ചിങ്സ് ഒക്കെ പഠിച്ച ശേഷം അദ്ദേഹം ഒരു 77-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് തിരിച്ചു പോയത്. 77 വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ഈ ബുദ്ധിസം ടീച്ചിങ്സിനെ കുറിച്ചിട്ട് എഴുതാനും മറ്റുള്ള ആൾക്കാർക്ക് ആ ടീച്ചിങ്സ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്, ഇന്ത്യയെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഫോ ക്വാ കി, FOKWIKI, ഫോ ക്വാ കി എന്നുള്ളത്. ഇന്ത്യയെ കുറിച്ചിട്ട് ഇന്ത്യയിൽ അദ്ദേഹം വന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ഫോ ക്വാ കി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ വന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ കണ്ടിട്ടുള്ള, അദ്ദേഹം കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഇന്ത്യൻ ആൾക്കാർ കൂടുതലും വെജിറ്റേറിയൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് നോൺ വയലൻസ്, അതായത് ഇവിടെയുള്ള ആൾക്കാരൊന്നും വയലൻസ് അല്ല ഫോളോ ചെയ്യുന്നത്, പകരം നോൺ വയലൻസ് ആണ് ഇവിടെയുള്ള ഇന്ത്യക്കാര് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പ്രിവാലൻസ് ഓഫ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രിവാലൻസ് അദ്ദേഹം കണ്ടെത്തി. പ്രിവാലൻസ് ഓഫ് അൺടച്ചബിലിറ്റി, ഇവിടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ അൺടച്ചബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എക്സിസ്റ്റൻസ് ഓഫ് സ്ലേവറിയുടെ എക്സിസ്റ്റൻസ് ഇന്ത്യയിൽ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. റീമാരേജ് ഓഫ് വിഡോസ് വാസ് അൺഫേവറബിൾ, അതായത് വിഡോസ് റീമാരേജ് ചെയ്യുന്ന ഒരു കാര്യത്തോട് ഇന്ത്യക്കാർക്ക് എതിർപ്പായിരുന്നെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. പ്രിവാലൻസ് ഓഫ്
ദേവദശി സിസ്റ്റത്തിന്റെ പ്രിവാലൻസ് ഇവിടെ എക്സിസ്റ്റഡ് ആണെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പൊ ഫഹീൻ ഇവിടെ ഇന്ത്യയില് മൾട്ടിപ്പിൾ റിലീജിയസ് സിസ്റ്റങ്ങൾ എക്സിസ്റ്റഡ് ആണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പ്രധാനമായിട്ടും വൈഷ്ണവിസം, ശൈവിസം, ഷോക്തിസം, ബുദ്ധിസം, ജൈനിസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലീജിയസ് സിസ്റ്റങ്ങൾ ഇന്ത്യയിൽ എക്സിസ്റ്റഡ് ആണെന്നും ഫഹീൻ കണ്ടുപിടിച്ചു. ഇനി പറയാനുള്ളത് ഹ്യൂൻസാങ് ആണ്. അതായത് ഒരു ചൈനീസ് ട്രാവലർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ചൈനീസ് ട്രാവലേഴ്സ് ആണ് ഇന്ത്യയിലേക്ക് വന്നത്. അവരുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ബുദ്ധിസം ടീച്ചിങ്സിനെ കുറിച്ചിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഫഹീമിനെ കുറിച്ചിട്ട് നമ്മൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഹ്യൂൻസാങ്ങിനെ കുറിച്ചിട്ട് പറയാം. അപ്പൊ ഹ്യൂൻസാങ് ജൗൻസാങ് എന്നും അറിയപ്പെടുന്നു. അപ്പം ഇതും ഒരു ചൈനീസ് മോങ്ക് ആണ്. അവരും ഇന്ത്യയിലേക്ക് വന്നത് ബുദ്ധിസം ടീച്ചിങ്സിനെ കുറിച്ചിട്ട് പഠിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും അത് അവരുടെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂൻസാങ്ങും ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിനെ കുറിച്ച് പഠിച്ച ശേഷം ചൈനയിലും ബുദ്ധിസത്തിന്റെ ഡെവലപ്മെന്റിന് ഒരു റീസൺ ആയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നേരത്തെ വന്ന ചൈനയിൽ നിന്ന് നേരത്തെ, അതായത് നമ്മൾ പറഞ്ഞു ഫഹീൻ ബുദ്ധിസത്തെ കുറിച്ച് പഠിക്കാൻ വന്നിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെക്കാളും ഹ്യൂൻസാങ് വന്നിട്ടാണ് ചൈനയില് ബുദ്ധിസത്തെ കുറിച്ചിട്ടുള്ള ടീച്ചിങ്സ്, ബുദ്ധിസം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ ആയതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഹ്യൂൻസാങ് ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള വാല്യുബിൾ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, കൾച്ചർ, അവരുടെ റിലീജിയസ്, അതായത് ഹ്യൂൻസാങ് ഇന്ത്യ വിസിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി, അവരുടെ റിലീജിയസ് കാര്യങ്ങള്, അവരുടെ കൾച്ചർ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആണ് അദ്ദേഹത്തിന്റെ ബുക്കിൽ റിഫ്ലക്ട് ചെയ്യപ്പെട്ടതെന്നാണ് കണ്ടെത്തിയത്. അപ്പം ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ചൈനയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ കൂടിയാണ് ഹ്യൂൻസാങ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്ത് വന്നതെന്ന് കാണാം. അദ്ദേഹം ആദ്യമായിട്ട് വന്നത് ഹാമി സിറ്റിയിലാണ് വന്നത്. അത് ഗാബി ഡിസേർട്ട് വഴിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഹാമി സിറ്റിയിലേക്ക് വന്നത്. അതിനുശേഷം ടർപ്പൻ എന്നുള്ളൊരു കിങ്ങിനെ അദ്ദേഹം പരിചയപ്പെടുകയാണ് ഉണ്ടായത്. ആ കിങ്ങിനെ പരിചയപ്പെട്ടിട്ട് അവരിൽ നിന്നും ഒരുപാട് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് അദ്ദേഹം ഗൃഹസ്ഥമാക്കി. അതിനുശേഷം ഈ അഫ്ഗാനിസ്ഥാനില് അദ്ദേഹം മോങ്ക് ആയിട്ടുള്ള ധർമ്മസിംഹയെ കണ്ടു. അവരിൽ നിന്നും കൂടുതലും ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ കുറിച്ചിട്ട് അദ്ദേഹം ഈ ഒരു ഹ്യൂൻസാങ് തന്നെ എഴുതി ഒരുപാട് ബുദ്ധിസ്റ്റ് മോങ്സിനെ കുറിച്ചിട്ടും ബുദ്ധിസത്തെ കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം ഇവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്നും പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതലും വിസിറ്റ് ചെയ്ത പ്ലേസസ് ജലന്ധർ, കല്ലു, ബൈരത്ത്, മധുര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതലും വിസിറ്റ് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഹ്യൂൻസാങ്ങിന്റെ ഇന്ത്യൻ ട്രാവൽ. അപ്പം അതിനുശേഷം ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്തൊക്കെയാണ് ഇന്ത്യക്കാരെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതെന്ന് കാണാം. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു റിച്ച് ഇൻ കൾച്ചർ ആണ്, പ്രോസ്പെറസ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ആണെന്നും ഇദ്ദേഹവും പറഞ്ഞു. വയലൻസ് ഇല്ലാതെ നോൺ വയലൻസ് ആണ് ഫോളോ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ നോൺ വയലൻസ് ഫോളോ ചെയ്തിരുന്നു എന്ന് പറയാനുള്ള റീസൺ എന്തായിരിക്കും? കാരണം ഈ ചൈനീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയും ഇന്ത്യയിൽ വന്നത് മെയിൻ ആയിട്ട് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പം ബുദ്ധിസം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സെൽഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് നമ്മൾ ആരാണ്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ്, നമ്മുടെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ടീച്ചിങ് ആണ് ഈ ഒരു ബുദ്ധിസം. അപ്പൊ ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാനാണ് ചൈനയിൽ നിന്ന് വരെ ആൾക്കാർ വന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഇന്ത്യക്കാരിൽ നിന്നുമാണ് ഈ ബുദ്ധിസം ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും സ്ക്രിപ്ചേഴ്സിനെ കുറിച്ചിട്ടും റെഡിക്സിനെ കുറിച്ചിട്ടൊക്കെ ചൈനക്കാരെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യക്കാർ എന്താണ്? നോൺ വയലൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, വെജിറ്റേറിയൻ ആണെന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് അവരെ കണ്ടെത്തിയത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലുള്ള പല പാർട്സും പ്രോസ്പെറസ് ആണ്, പ്രത്യേകിച്ച് സീ കോസ്റ്റ്, അതായത് വെസ്റ്റിലാണെങ്കിലും ഈസ്റ്റിലൊക്കെ ആണെങ്കിലും സീ കോസ്റ്റ് ഒരുപാടുണ്ട്. ഇവരെല്ലാം പ്രോസ്പെറസ് കൺട്രി ആണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇന്ത്യൻ ആൾക്കാർ ഒരുപാട് ജ്വല്ലറിയും ഓർണമെന്റ്സും ധരിക്കുമെന്നും ഏറ്റവും കൂടുതലും ക്വാളിറ്റി അദ്ദേഹം പ്രേസ് ചെയ്തൊരു കാര്യം ഇന്ത്യൻ പേൾസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യക്കാർ ഒരുപാട് ജ്വല്ലറീസും ഓർണമെന്റ്സും ധരിക്കും. ഏറ്റവും കൂടുതലായിട്ടും ഇന്ത്യക്കാരിൽ അദ്ദേഹം പ്രേസ് ചെയ്തത് ഇന്ത്യൻ പേൾസ് ആണ്.
അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാര് സിമ്പിൾ ആണ്, ഹോണസ്റ്റ് ആണ്, അവര് ഹൈ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ മെയിൻ ആയിട്ട് ഇതിനൊക്കെ ഉള്ളൊരു ബേസിക് കാരണം എന്താണെന്ന് പറഞ്ഞാല്, നമ്മളിപ്പം ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു ഇന്ത്യക്കാര്, അതായത് ഇന്ത്യൻ കൾച്ചർ സിസ്റ്റം, ഇവിടെ റിലീജിയസ് കാര്യങ്ങള്, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്, സോഷ്യൽ എക്കണോമിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പഠിക്കാനും അതിനെ കുറിച്ചിട്ട് അറിയാനും ഒക്കെ ഒരുപാട് ട്രാവലോഗ്സ് ഫോറിനേഴ്സ് വരെയും കളക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എംപേഴ്സിനെ കുറിച്ചിട്ടുള്ള ബൗണ്ടറീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പാഠഭാഗത്ത് പറഞ്ഞു. അപ്പൊ ഇതിൽ പറയുന്നത് ബുദ്ധിസം കാര്യങ്ങളെയാണ്. അതായത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യക്കാരുടെ കൾച്ചർ, അതിന്റെ സ്ട്രക്ചറിനൊക്കെ കുറിച്ചിട്ട് ഫോറിനേഴ്സും എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത് ബുദ്ധിസത്തെ കുറിച്ചിട്ടാണ്. അതായത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിനെ കുറിച്ചിട്ട് ഇന്ത്യക്കാരിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചൈനീസുകാർ വരെ വന്നിരുന്നു. അതുകൊണ്ട് അവരെ ഏറ്റവും കൂടുതലും ഇന്ത്യക്കാരെ പറഞ്ഞത് പ്രോസ്പെറസ് കൺട്രിയാണ്, വെജിറ്റേറിയൻ ആണ്, ഓർണമെന്റ്സ് ധരിക്കുന്നവരാണ്, എക്കണോമിക്കലി എന്താണ് ലാവിഷ് അല്ല, ഏത് കാര്യത്തിൽ ഡയറ്റ് കാര്യങ്ങളിൽ എക്കണോമിക്കലി ലാവിഷ് അല്ല, പക്ഷെ ക്ലോത്ത്സിലും ഓർണമെന്റ്സിലും എക്കണോമിക്കലി ലാവിഷ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതലും ഇന്ത്യക്കാരെ പ്രേസ് ചെയ്തത് ഇന്ത്യൻ പേൾസ് ആണ്. ഇപ്പോൾ ഇന്ത്യ ഒരു നോൺ വയലൻസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചൈനീസുകാർ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഈ പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.